ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 3 ട്രയാങ്കിൾസ്. ഇതിലെ പേജ് നമ്പർ 52-ലെ 1 മുതൽ 3 വരെയുള്ള പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2. ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പേഴ്സ്. If the length of two sides are 5 centimeters and 8 centimeters, what are the possible numbers which can be the length of the third side? വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമായാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം ഏതൊക്കെ സംഖ്യയാവാം? അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്, ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. അങ്ങനെ സൈഡിൻ്റെ അളവ് ഏതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡ്സ് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 8ഉം 5ഉം ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എത്ര കിട്ടി? 13. ഇനി 8നെയും 5നെയും മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ 3. അപ്പോൾ ഈ മൂന്നാമത്തെ വശം എങ്ങനെയായിരിക്കും? 3യെക്കാട്ടിലും കൂടുതലായിരിക്കും, പിന്നെ 13നെക്കാട്ടിലും കുറവുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആൻസർ എഴുതാൻ സാധിക്കുക? ഇപ്പോൾ 13നെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ. 13 ഗ്രേറ്റർ ആയിരിക്കും, തേർഡ് സൈഡ് ചെറുതാണ്. അതുപോലെ മൈനസ് ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുന്നത്. ഇപ്പോൾ 3യെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും തേർഡ് സൈഡ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 3യെക്കാട്ടിലും കൂടുതലായിരിക്കണം, 13നെക്കാട്ടിലും കുറവുമായിരിക്കണം. അപ്പോൾ ഏതാണ് ആൻസർ? 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത്രയാണ് പോസിബിൾ നമ്പേഴ്സ്. ആർ ദി പോസിബിൾ numbers that can be the length of the third side അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ രണ്ട് വശങ്ങൾ തന്നിട്ട് മൂന്നാമത്തെ വശം ഏതായിരിക്കാനാണ് ചാൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ തന്നിരിക്കുന്ന വശങ്ങൾ ആഡ് ചെയ്യുക, പിന്നെ തന്നിരിക്കുന്ന വശങ്ങൾ മൈനസ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്റ്റ് കിട്ടുന്ന ആൻസറിനെക്കാട്ടിലും കൂടുതലുമായിരിക്കും, ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെക്കാട്ടിലും കുറവുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ 3ക്കും 13നും നടുവിൽ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് ആൻസർ. Second question, the length of the sides of a triangle are all natural numbers and two of the sides are 1 centimeter and 99 centimeters. What is the length of the third side? വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാം വശത്തിൻ്റെ നീളം എത്രയാണ്? സെക്കൻഡ് പ്രോബ്ലവും നേരത്തെ പോലെ തന്നെയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങളുടെ ലെങ്ത് തന്നിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ ആൻഡ് 99 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ആദ്യം 99 + 1, അപ്പോൾ 100 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെക്കാട്ടിലും നമുക്ക് തേർഡ് സൈഡ് കുറഞ്ഞിരിക്കണം. അപ്പോൾ എത്രയാണ്? 100നെക്കാട്ടിലും ലെസ് ആയിരിക്കണം തേർഡ് സൈഡ്. അതുപോലെ 99 - 1, അപ്പോൾ എത്രയാണ്? 98. 98നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം തേർഡ് സൈഡ്. അപ്പോൾ 100നും 98നും ഇടയിൽ വരുന്നത് ഏതാണ്? 99. അപ്പോൾ 99 ആണ് ആൻസർ. ദി ലെങ്ത് ഓഫ് the third side is 99 centimeter. ഇതാണ് ആൻസർ. ഓക്കെ. Third question, which of the following sets of the three lengths can be used to draw a triangle?
ചുവടെ കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? ഇതിൽ 3 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റേഴ്സ്, 10 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ തേർഡിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 4 സെൻറ്റിമീറ്റേഴ്സ്, 6 സെൻറ്റിമീറ്റേഴ്സ്, 10 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ ഈ തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 അളവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. ഇവിടെ 10 ആണ് വലിയത് അല്ലേ. അപ്പോൾ ചെറിയ അളവുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വലിയ അളവിനെക്കാട്ടിലും കൂടുതൽ കിട്ടണം, എന്നാൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഈക്വൽ കിട്ടിയാലും വരയ്ക്കാൻ പറ്റില്ല. ഈ വലിയ അളവിനെക്കാട്ടും ചെറിയ അളവാണ് നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതും വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് വലിയ അളവ് ഏതാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ചെറിയ അളവുകളായ 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആഡ് ചെയ്ത് നോക്കാം. 4ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 10 ആണ് കിട്ടുന്നത്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഈക്വൽ അല്ലേ? ഈ 10 സെൻറ്റിമീറ്ററും ഈ 10 സെൻറ്റിമീറ്ററും ഈക്വൽ അല്ലേ? അപ്പോൾ അത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. It is not possible. It is not possible to draw a triangle. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? വലിയ അളവ് നോക്കുക, എന്നിട്ട് ചെറിയ 2 അളവ് ആഡ് ചെയ്യുമ്പോൾ ഈ വലിയ അളവിനെക്കാട്ടിലും കൂടുതലാണോ എന്ന് നോക്കുക. കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിട്ടുള്ളത്? 3 സെൻറ്റിമീറ്റേഴ്സ്, 4 സെൻറ്റിമീറ്റേഴ്സ്, 5 സെൻറ്റിമീറ്റേഴ്സ്. ഇതിൽ വലിയത് ഏതാണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ചെറിയ അളവുകൾ ആഡ് ചെയ്ത് നോക്കാം. 3 + 4 എത്രയാണ്? 7 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 7 ഈ 5നേക്കാട്ടിലും കൂടുതലാണ് അല്ലേ. വലിയ അളവായ 5നേക്കാട്ടിലും നമ്മൾ ഈ ചെറിയ അളവുകൾ ആഡ് ചെയ്ത് കിട്ടിയ അളവ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. വി ക്യാൻ ഡ്രോ എ ട്രയാങ്കിൾ. Triangle with this measurement. Third one, 10 centimeter, 5 centimeters, 4 centimeters. ഇതിൽ വലിയ അളവ് ഏതാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ചെറിയ അളവുകളായ 5ഉം 4ഉം ആഡ് ചെയ്ത് നോക്കാം. 5 + 4 എത്രയാണ്? 9. ഈ 10നേക്കാട്ടിലും ചെറുതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഒരു വരയ്ക്കാൻ പറ്റില്ല. It is not possible to draw a triangle with this given measurements. മനസ്സിലായില്ലേ? അപ്പോൾ 3 സൈഡ്സിൻ്റെ അളവുകൾ, 3 വശ അളവുകൾ തന്നിരുന്നാൽ ഏറ്റവും വലിയ അളവ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ചെറിയ അളവുകൾ ആഡ് ചെയ്യുമ്പോൾ വലിയ അളവിനെക്കാട്ടിലും കൂടി വരുന്നെങ്കിൽ മാത്രം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. ആ വലിയ അളവിനു അതേ സെയിം ആണെങ്കിലും അതിനെക്കാട്ടിലും കുറഞ്ഞാലും നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.